ഹലോ. അപ്പോൾ മോണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയും ഞങ്ങളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തെല്ലാം കണ്ടതെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാനിരുന്ന തീരുകയില്ല. ഇത് ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ എക്സാമെല്ലാം കഴിഞ്ഞു, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ സന്തോഷം. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ തിരുവനന്തപുരം ഒന്ന് കാണാനായിട്ട് കാണാനിറങ്ങിയപ്പോഴാണ് മോണിച്ചേട്ടനെ കണ്ടുകിട്ടിയത്. ഓട്ടോറിക്ഷ മാൻ. ഓക്കെ, മോണിച്ചേട്ടനെ കണ്ടു. അപ്പോൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ ശാസ്തമംഗലം വരെ പോകാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അങ്ങനെ ഓൺ ദ വേ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, സമയമുണ്ടെങ്കിൽ നിങ്ങളെ തിരുവനന്തപുരത്ത് കാണാനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം സമ്മതിച്ചു, നോക്കാമെന്ന് വിചാരിച്ചു, സമയമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ശാസ്തമംഗലത്ത് ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സൊക്കെയാണ് കാണാൻ പോയത്, പ്രായമുള്ളവർ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം പ്രായമായ ആൾക്കാരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കണം മൂഡിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് അങ്ങനത്തെ വീഡിയോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ എന്തെല്ലാം ഓട്ടോറിക്ഷയിൽ ഇരുന്ന് തന്നെ കണ്ടു എന്നുള്ളത് പറയാം. സെക്രട്ടേറിയറ്റ് കണ്ടു, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബിൽഡിംഗ് കണ്ടു, പിന്നെ മേയറിൻ്റെ ഓഫീസ് കണ്ടു, പിന്നെ മ്യൂസിയത്തിൻ്റെ കവാടം കണ്ടു, പിന്നെ എന്താ കണ്ടത്, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കണ്ടു. അങ്ങനെ ആ ഓൺ ദ വേ കാണാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ ഒരു 3 മണിയാകുമ്പോൾ ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി മെയിൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം എല്ലാവരെയും കണ്ട് ഓടി വന്ന് നമ്മുടെ ആര്യാസില്ലേ, നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ കാണിച്ച ആര്യാസിൽ പോയി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് റെഡിയായി. അപ്പോഴേക്കും മോണിച്ചേട്ടൻ ഓട്ടോറിക്ഷയായിട്ട് വന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് പോയി. ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളും കൂടെ വരൂ, എല്ലാ ഡീറ്റെയിലായിട്ട് കാണാം, അനുഭവിക്കാം. ശരിക്കും ഒരു ശില്പ വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒരു വളരെ ചെറുപ്പക്കാരനായ ദേവദത്തൻ എന്ന ഒരു പയ്യൻ കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. കാണേണ്ട ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്ത് പോകുന്നവർ വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ആഴിമല ശിവക്ഷേത്രം തീർച്ചയായിട്ടും പോയി കാണണം എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പോൾ പോകാം. ഇതാണ് ചന്ദ്രൻ നായർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ ബാക്കാണ് സ്റ്റേഡിയം. ഇതാണ് നിയമസഭാ മന്ദിരം. ലെജിസ്ലേറ്റീവ് കാണുമ്പോ ഒരു സന്തോഷം. ഇങ്ങനെ കണ്ടാ മതി. ഇങ്ങനെയൊക്കെ എടുക്കാമോ? അവര് വല്ല പോലീസുകാരും ഇവിടെ ഡ്യൂട്ടിയൊന്നും ഇല്ല, പോലീസൊന്നും ഇല്ലല്ലോ ഇവിടെ. എല്ലാം കാണാൻ പറ്റിയ ഹനുമാൻ ക്ഷേത്രം അടുത്ത ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലതാണ്. നഗരസഭ കാര്യാലയം തിരുവനന്തപുരം. മ്യൂസിയത്തിന്റെ കവാടം. അതെയോ? കടൽ തീരമൊക്കെയാണ് അല്ലേ?
ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വെളിയിലും കൂടെ അയക്കുന്നു. ആറാട്ടിന് ഇപ്പൊ ക്യാൻസൽ ചെയ്യും. ഇപ്പൊ വെളിയിൽ കൂടെ രാജാവ് വരും, ക്ഷേത്രത്തിൽ വരും. കെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വിടില്ല. കുഴപ്പമില്ല. ഇങ്ങനെ കണ്ടാൽ മതി. അവിടെ പോയാലും പ്രത്യേകിച്ച് കൂടുതലൊന്നും കാണാനില്ല. ആഴിമല ഏതെങ്കിലും വൈദ്യുതി തിരിഞ്ഞ ആഴിമലയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ അത്ര തിരക്കുണ്ടാവില്ല എന്നാണ് മോൻചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങളങ്ങനെ പാർക്കിങ്ങിലെത്തി. മോൻചേട്ടൻ എന്താ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാണ്. എന്നിട്ട് ചെരുപ്പൊക്കെ അതിനകത്ത് വെച്ചിട്ട് പോയി കണ്ടുവരാൻ പറഞ്ഞു നമ്മളോട്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരാം. ഓക്കെ. ചെരുപ്പ് ഞാൻ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് മനോഹരമായൊരു ദൃശ്യം കാണാം. വളരെ മനോഹരമാണ്. ഓക്കെ. ഇല്ല, എന്താ പറയുക. അപ്പോൾ ഇതാ ഗംഗാധരേശ്വര രൂപത്തിൽ നമ്മുടെ മുക്കണ്ണൻ അങ്ങനെ വിലച്ച് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്ത്രീ രൂപം ജടയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അതാണ് നമ്മുടെ ഗംഗാദേവി. 3 മണിയൊക്കെ കഴിഞ്ഞിരുന്നെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. മുകളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ ചിമ്മി പോകുന്നുണ്ടായിരുന്നു. 58 അടിയാണ് കേട്ടോ ഈ ഗംഗാധരേശ്വര പ്രതിമയുടെ ഉയരം. ഇവിടെയൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തിരക്ക് കൊണ്ടായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുമാണ്. എന്താ ഒരു ഭംഗി! പ്രൗഢഗംഭീരമായ മുക്കണ്ണൻ്റെ രൂപം. കടലിൻ്റെയും തെങ്ങിൻതോപ്പിൻ്റെയും പാറക്കുട്ടങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഗംഗാധരേശ്വരൻ അങ്ങനെ തല ഉയർത്തി ഗംഗാദേവിയെ ഉയർത്തിപ്പിടിച്ച് ജടയിൽ ധരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടാൽ മനസ്സിലാവില്ല എന്തൊരു ഭംഗിയാണ്. ഒരു അനുഭൂതിയാണ് കേട്ടോ. അവിടെ ചെന്ന് നിന്ന് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ചുറ്റിലും കെട്ടി മതിലെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. താഴെ കാണുന്ന ടെൻ്റ് ഉണ്ടല്ലോ, അത് ഇന്നത്തെ ഉത്സവം കാരണം അവിടെ അന്നദാനത്തിൻ്റെ ടെൻ്റാണ് ആ താഴെ കാണുന്നത്. നോക്കി കൊടി ഉയർന്നങ്ങനെ നിൽക്കുന്നത് കണ്ടോ, ഗംഗാധരേശ്വരൻ്റെ ഉത്സവത്തിൻ്റെ. ശ്രീയേട്ടനങ്ങനെ ഫോട്ടോയും ഒക്കെ എടുത്ത് കൂട്ടുകയാണ്. ഉത്സവ സമയമായതുകൊണ്ടായിരിക്കണം
പൂവ് നന്നാക്കുന്ന ധാരാളം കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടു. നമുക്ക് എന്തെല്ലാം ഭംഗിയുള്ള പൂക്കളാണ് വേണ്ട. ഇതൊക്കെ ഞാൻ ഓടി നടന്ന് എടുത്തതാണ് കേട്ടോ. കണ്ടിട്ടൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായ കടൽ തീരമാണ് കേട്ടോ. അതിന് മുമ്പ് കാണുന്ന സർപ്പക്കാവാണെന്ന് തോന്നുന്നു. അങ്ങനെ കെട്ടി നല്ല ഭംഗിയായിട്ട് പട്ടക്കുടിപ്പിച്ച് അങ്ങനെ ഇരുത്തിയിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയൊന്ന് ആ വ്യൂ കിട്ടുമെന്ന് നോക്കാം. പക്ഷെ നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ അധികം സ്ഥലങ്ങൾ യാത്ര ചെയ്യേണ്ടത് കൊണ്ട് വളരെയധികം അവിടെ സമയം ചിലവഴിക്കാനുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാം കണ്ടു. ഇതാ നോക്കൂ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര നല്ല വിശാലമായ കടൽ പരപ്പാണെന്ന് നോക്കൂ. ബീച്ചും. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കുറച്ച് സമയം കുടുംബത്തോടും ഫാമിലിയോടും കൂടി സ്പെൻഡ് ചെയ്യാം ഇവിടെ. പിന്നെ കുറച്ച് ഭഗവാനെ തൊഴുവാം, ആ ശില്പഭംഗി ആസ്വദിക്കാം. നമുക്ക് ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദേവദത്തൻ എന്ന് പറയുന്ന വളരെ ചെറിയ യുവ ശില്പി ചെയ്തു വച്ചിരിക്കുന്നത്. വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാനുള്ള സമയമായി. ഓം നമ ശിവായും മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ആഴിമല ശിവനെ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും വരാമെന്ന ഒരു പ്രത്യാശയോടുകൂടി. Stay connected with grandmas always. Spread light and shine wherever you go. Tata bye bye till we meet again. Loads and loads of love. ഇത് തീരുന്നില്ല കേട്ടോ. ഈ വീഡിയോ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി ഉണ്ടാവും കാണാനായിട്ട്. ഓക്കെ, ആഴിമല കഴിഞ്ഞിട്ട് വേറെ നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. പിന്നെ മോനിച്ചേട്ടൻ്റെ കഥ പറഞ്ഞു. ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും മിസോറാമിലൊക്കെ പോയപ്പോൾ പലരും അദ്ദേഹത്തെ പറ്റിച്ച കാര്യം പറഞ്ഞു. ടിക്കറ്റിന് പോലും കാശില്ലാതെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കേണ്ട ഒരു ഗതികേട് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണോ, ഒറ്റയ്ക്കാണ് പോകണം, ഭാഷ അറിഞ്ഞുകൂടാന്നെങ്കിൽ കുറച്ച് കെയർഫുള്ളായിരിക്കുക. അവിടെ നമ്മളങ്ങനെ പറ്റിക്കപ്പെടാൻ ഇടവരരുത്. കാരണം ചിലപ്പോൾ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായില്ല എന്ന് വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെ നമ്പറുകൾ സൂക്ഷിച്ച് വയ്ക്കുക, പോലീസിൻ്റെ സഹായം തേടുക. അങ്ങനെ പലതും നമ്മൾ ഒരു മുൻകരുതൽ എടുത്തിട്ട് വേണം നമുക്ക് പരിചയമില്ലാതെ ഭാഷ അറിയാത്ത സ്ഥലത്തേക്ക് പോകാൻ. മോണിച്ചേട്ടൻ്റെ അനുഭവം ഒരു പാഠമാണ് എല്ലാവർക്കും.